ബേബിക്കുട്ടൻസ് വ്ളോഗ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് വളരെ വ്യത്യസ്തമായ ഒരു കാര്യമാണ്. മോട്ടിവേഷൻ നമുക്ക് ആവശ്യമായി വരുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ആ ഒരു കാര്യമാണ് പേടി അല്ലെങ്കിൽ ഭയം. ഭയം എന്ന് പറയുന്ന ഒരു കാര്യം, ഭയമെന്ന് എഴുതി കാണിച്ചാൽ കൂടി ഭയക്കുന്ന ഒരു അനുഭവം. അതുപോലെ ചുമ്മാ പേടിക്കുക, അനാവശ്യമായിട്ട് പേടിക്കുക, ചില പ്രവർത്തികൾ ചെയ്യാൻ നേരത്ത് വരുന്ന പേടികൾ. പേടികൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് രൂപമൊന്നുമില്ല, ഏതെങ്കിലും രൂപത്തിൽ കയറി വരും. അപ്പോൾ ഇവിടെ നമ്മളിന്ന് എന്താണ് പേടിയെന്നും ഇതിനെ എങ്ങനെ മറികടക്കാമെന്നുള്ളതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. പരിധി എന്തെന്നും പറഞ്ഞു തരാം. എന്തെല്ലാം കാര്യങ്ങൾ ശരിക്കും ചെയ്യാൻ പറ്റും, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യരുത് തുടങ്ങിയ കാര്യങ്ങളാണ് പറയുന്നത്. ഇത് എല്ലാവർക്കും ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നതാണ്. ഇനി ഈ ബേബിക്കുട്ടൻസ് വ്ളോഗ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്ന ആളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടൺ എനേബിൾ ചെയ്യുക. ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് സഹായിക്കുകയും ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക. നമുക്ക് വിഷയത്തിലേക്ക് കാണാം. പേടി അല്ലെങ്കിൽ ഭയം എന്ന് പറയുന്നൊരു കാര്യം നമ്മൾ അനുഭവപ്പെടുന്നതുകൊണ്ടാണ് നമ്മളെപ്പോഴും മോട്ടിവേഷൻ ആവശ്യപ്പെടുന്നത്. അപ്പോൾ ആരെങ്കിലും ഒരു കൈത്താങ്ങ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ അതേപ്പറ്റി ആരെങ്കിലും ഒരു കൂട്ടത്തിൽ നിന്നൊരു സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ഒറ്റയ്ക്ക് പോകണ്ടല്ലോ, ആ ആൾ പറയുന്നത് കേട്ടിട്ട് ഞാൻ പോകാം എന്നൊരു ചിന്ത വരുന്നതുകൊണ്ടാണ് നമ്മൾ മോട്ടിവേഷൻ ആവശ്യപ്പെടുന്നത്. ജീവിതത്തിൽ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളെപ്പറ്റി എല്ലാം നമുക്ക് ബോധ്യമുണ്ട്. നമ്മളെന്താണ് ചെയ്യേണ്ടത്, നമ്മളെന്ത് ചെയ്യരുത്, എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് നേരവണ്ണം ചെയ്യാൻ തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാറുണ്ട്. ചില പ്ലാനുകളൊക്കെ നമ്മൾ എടുക്കാറുണ്ട്. പ്ലാൻ എടുത്ത് നമ്മളൊരു കാര്യത്തേക്ക് നീങ്ങുമ്പോൾ നമുക്ക് മനസ്സിലൊരു ചിന്ത വരും. ചിന്ത ഇതാണ്: ഇത് ഞാൻ ചെയ്യണോ, ഇത് ഞാൻ ചെയ്താൽ ശരിയാവുമോ, ഇത് കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും, അവർ വിചാരിച്ച് എനിക്ക് നാണക്കേടല്ലേ, ഇതെനിക്ക് സാമ്പത്തിക നഷ്ടം വരുമോ തുടങ്ങിയ കാര്യങ്ങളാണ് ചിലപ്പോൾ ചിലരെ പുറകോട്ട് വലിക്കുന്ന ഒരു പ്രശ്നം. അപ്പം അവർ ഒരു പക്ഷേ മാതാപിതാക്കളോട് പറഞ്ഞു നോക്കും ചെയ്തോട്ടെ എന്ന് ചോദിക്കും. അപ്പോൾ അവർ പറയുന്നു വേണ്ട ചെയ്യണ്ട എന്ന് പറയുന്നു. സുഹൃത്തുക്കളോട് പറയുമ്പോൾ അവരും പറയുന്നു വേണ്ട ചെയ്യണ്ട എന്ന് പറയുന്നു. അതുപോലെ തന്നെ പറയുന്ന ആളുകളെല്ലാം ചെയ്യണ്ട 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 എന്ന് പറയുമ്പോൾ എവിടുന്നേലും മോട്ടിവേഷൻ കിട്ടുമോ എന്ന് നോക്കും. മോട്ടിവേഷൻ കിട്ടുമോ എന്ന് നോക്കുന്നത് മാനസികമായ ഒരു ശക്തി ലഭിക്കാനാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം വരുന്നത് ആ സമയത്തൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടും. ഒരു ചെറിയൊരു പേടിയാണ്, ഒരു ചെറിയ ഒരു ഉൾഭയം. അപ്പോൾ ഈ ഒരു ചെറിയ ഉൾഭയം വരുന്നതിന് പരിഹാരം എന്തെന്ന് ചോദിച്ചു കഴിയുമ്പോൾ തനിയെ മനുഷ്യൻ ഒരു പരിഹാരം കണ്ടെത്താറുണ്ട്. വാക്കുകൾക്കും വഴക്കും ഉണ്ടാക്കുക. ഇപ്പം വീട്ടുകാരോട് പറഞ്ഞു ഒരു കാര്യം നടക്കുന്നില്ല, സുഹൃത്തുക്കളോട് പറഞ്ഞു ഒരു കാര്യം നടക്കുന്നില്ല, അവരോട് പിന്നെ വരുന്നത് ദേഷ്യം. അവരോട് ദേഷ്യം കയറിയിട്ട് നമ്മൾ ഒട്ടക്കി ആ ഒരു കാര്യത്തിലേക്ക് തന്നെ ഇറങ്ങി അത് ചെയ്ത് കാണിച്ചു. എങ്കിൽ പിന്നെ ആദ്യമേ അവരോട് ചോദിക്കാതിരുന്നാൽ പോരായിരുന്നു. അവർ ശത്രുക്കളാകുകയല്ലായിരുന്നു. നമുക്കിത് അന്നേരം ചെയ്യാൻ കഴിയുമായിരുന്നു, ഇപ്പം ചെയ്യാൻ കഴിയുമെങ്കിൽ അന്നും ചെയ്യാൻ കഴിയുമായിരുന്നു. അപ്പോൾ ഇവിടെ എന്താണ് മാറിയത്? നമ്മൾ അവരുടെ അംഗീകാരമായിരുന്നു നമ്മൾ ആവശ്യപ്പെട്ട കാര്യം. ഇത് പറയാതെ നമ്മുടെ മനസ്സിൽ തന്നെ തോന്നണം, അവരോട് എന്നെ അംഗീകരിച്ചിട്ട് ഞാൻ ഇനി ചെയ്യാം എന്ന കാര്യത്തിലേക്ക് പോകാനായിട്ടായിരുന്നു തീരുമാനിച്ചത്. പക്ഷെ അവർ അംഗീകരിക്കുന്നില്ല. അപ്പോൾ പിടിവാശി വന്നിട്ട് നമ്മളവരെ തോൽപ്പിച്ചിട്ട് ഈ ഒരു കാര്യം ചെയ്യും. പക്ഷേ ഇവിടെ എന്താണ് ഫെയിലായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരോട് ചോദിക്കാതെയും ഈ കാര്യം ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്നു. അതുപോലെ തന്നെ അടുത്തായിട്ട് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു മനുഷ്യനിലേക്ക് പേടി വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സൈക്കോളജി വിഭാഗത്തിൽ പറയുകയാണെങ്കിൽ പേടിക്കുന്നു എന്ന് പറയുന്ന കാരണത്തിന് കാരണം നമ്മുടെ തലച്ചോറ് എന്ന് പറയുന്ന ഒരു വസ്തു ഈ ഒരു കാര്യം നമ്മളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ നിയന്ത്രിക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ കാട്ടിൽ ജീവിച്ചിരുന്ന മനുഷ്യരായിരുന്നു. അതിൽ നിന്ന് ഇങ്ങോട്ട് പരിണമിച്ചെങ്കിലും നമ്മുടെ DNA മുഴുവൻ പ്രവർത്തിക്കുന്നത് പഴയ രീതിയിലാണ്. അതുകൊണ്ടാണ് ഏതൊരു കാര്യം വന്നു കഴിഞ്ഞാലും ബോഡിയിൽ അഡ്രിനാലിൻ എന്ന് പറയുന്ന ഹോർമോൺ ഉണ്ടാകും. ആ നിമിഷം തന്നെ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്ന് പറയുന്ന ഒരു പരിപാടിയാണ്. ഒന്നുകിൽ തിരിച്ചടിക്കുക അല്ലെങ്കിൽ ഓടി രക്ഷപ്പെടുക എന്ന് പറയുന്ന ഒരു പരിപാടിയാണ് ബോഡി വരുന്ന ഹോർമോൺ തീരുമാനിക്കുന്നത്. അപ്പോൾ നമുക്ക് ദേഷ്യം വരുമ്പോഴും പേടിക്കുമ്പോഴും പാമ്പ് പോലത്തെ ജീവികളെ കാണുമ്പോൾ പേടിക്കുമ്പോഴും ഒരേ ഹോർമോണാണ് വെളിയിലേക്ക് വരിക. ഈ സമയത്ത് നമുക്ക് ബോധമൊന്നും ഉണ്ടാവില്ല. നമുക്കറിയാമെങ്കിലും നമ്മൾ വിഡ്ഢിത്തരമായിരിക്കാൻ കാണിക്കുന്നത്, അല്ലെങ്കിൽ ദേഷ്യം വരുമ്പോൾ വിളിച്ചു പറയുന്ന വാക്കുകൾ വേറെ ആകാനുള്ള സാധ്യതയുണ്ട്. ഇനി അതുകൊണ്ട് ആ ഒരു മത്സരബുദ്ധി എന്ന് വന്നിട്ട് ഒരു പ്രവൃത്തി ചെയ്ത് കാണിക്കുന്നത് രണ്ടാമത് ഓട്ടോമാറ്റിക് ചെയ്ത് കാണിക്കാനുള്ള അവസരം നമ്മളിൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അപ്പം പേടിച്ചത് ഇത്രയേ ഉള്ളൂ. മറ്റുള്ളവരുടെ കൂടി അഭിപ്രായം അറിഞ്ഞിട്ട് ഞാനിത് ചെയ്യാമെന്ന് പറഞ്ഞ ആ ഒരു നീക്കിവെപ്പായിരുന്നു നമ്മൾ പേടിക്കാനുള്ള ഒന്നാമത്തെ കാര്യം. ഈ ഒരു പേടിയാണ് മിക്കവരെയും പുറകോട്ട് കൊണ്ടുപോകുന്നത്. രണ്ടാമത്തെ പേടി എന്തേലും ജീവഹാനി സംഭവിക്കുന്ന പേടി, ആങ്സൈറ്റി. ഹെൽത്തിനെ പറ്റിയുള്ള ആങ്സൈറ്റി വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ
അത് ചിലപ്പോൾ പത്രവാർത്തകൾ, ന്യൂസ് ചാനലുകളിൽ നിന്നൊക്കെ നമ്മൾ ന്യൂസുകൾ മനസ്സിലാക്കി കഴിയുമ്പോൾ ഇത് കേൾക്കുകയാണ്, ഭക്ഷണം മാലിന്യമാണ്, കെമിക്കലുണ്ട്, അതുകൊണ്ട് ഇതുകൊണ്ടെന്നെല്ലാം കേട്ട് കഴിയുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ 3-4 പ്രത്യേക അവസ്ഥകളുണ്ട്. 3-4 എഫക്റ്റാണ് അത് പറയുന്നത്. പ്ലസീബോ എഫക്റ്റ്, അതുപോലെ ഹോർമോസിസിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് 3 എഫക്റ്റുകൾ പറയുന്നുണ്ട്. നൊസീബോ എഫക്റ്റ് എന്ന് പറയുമ്പോൾ അത് പറയുന്നത് വെച്ചാൽ നമുക്കിപ്പോൾ അറിയാം, ഒരു സാധനം കഴിക്കാൻ പാടില്ല, അത് കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് ഡാമേജ് ആണെന്ന് അറിയാം. ഇപ്പോൾ മദ്യം കഴിക്കുന്ന ആളായിക്കോട്ടെ, പക്ഷെ അത് നമ്മൾ ഡാമേജ് ആകുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അത് കഴിക്കുക. അത് കഴിക്കുമ്പോൾ നമുക്ക് ഉള്ളിൽ പേടിയുണ്ട്, ഇത് കഴിച്ചു കഴിയുമ്പോൾ ഡാമേജ് സംഭവിക്കും എന്ന് ചിന്തിക്കുക. അല്ലെങ്കിൽ നമ്മൾ വിഷമടിച്ച പച്ചക്കറി കാണുമ്പോൾ അതിനെ കഴുകാതെ അല്ലെങ്കിൽ കഴുകിട്ട് കഴിച്ചെങ്കിലും അത് ശരിയല്ല, ഇത് കഴിച്ചു കഴിയുമ്പോൾ എനിക്ക് മേലാഴിക വരുമെന്നും പറഞ്ഞുകൊണ്ടാണ് കഴിക്കുന്നത്. വെള്ളം കുടിക്കുമ്പോൾ, പച്ചവെള്ളം കുടിക്കുമ്പോൾ മലിനമാണെന്ന് പറഞ്ഞിട്ട് കുടിക്കുന്നു. ഇങ്ങനെ വരുമ്പോൾ അത് സംഭവിക്കുക വെച്ചാൽ, ശരിയായ സമയത്ത് നമ്മൾ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ലാത്ത ടൈമിലാണ് ഇത്തരം ഒരു ചിന്ത പോകുന്നതെങ്കിൽ ഈ ചിന്തയ്ക്ക് വേണ്ടിയുള്ള എനർജി മൊത്തം ബോഡി അങ്ങോട്ട് എടുത്തു കഴിയുമ്പോൾ നമ്മളെ വിറയ്ക്കാൻ, പ്രയാസപ്പെടാൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉണ്ടാകും. ഷുഗർ പോലുള്ള രോഗങ്ങളോ പ്രഷറോ ടെൻഷനോ ഒക്കെ ഉള്ള ആളുകളാണ് ഇതിന് ഡബിൾ ഇരട്ടി പ്രശ്നം ഉണ്ടാകും. ഈ ഒരു ടൈമിൽ വല്ലാതെ ഇങ്ങോട്ട് ടെൻഷനായിട്ട് ബോഡി മുഴുവൻ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാതെ സ്റ്റക്കാകുമ്പോൾ നമ്മുടെ എനർജി മുഴുവൻ, ഹൃദയം ഇടിപ്പ് കൂടിയിട്ട് മുഴുവൻ തീർന്നു പോകും. അപ്പം നമ്മൾ തല കറങ്ങി ബോധം കെടുകയോ എന്തെങ്കിലും സംഭവിക്കും. ഇതാണ് സാധാരണ പേടിച്ചിട്ട് തല കറങ്ങി വീഴുന്ന ഒന്നാമത്തെ കാരണം. ബോഡിക്ക് വേണ്ട സ്റ്റാമിനയ്ക്കുള്ള ഫുഡ് നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ ഞെട്ടലോ പേടിയോ ഉണ്ടായാൽ പോലും അവിടെ പിടിച്ചു നിൽക്കും. ഇനി അടുത്ത കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അടുത്തായിട്ട് ഒരാൾ പേടിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലുള്ള കാര്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നു, അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്ന വാക്കിനെയോ പേടിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ചിലർ പറയുന്ന ഈ ഒരു നൊസീബോ എഫക്റ്റ് വന്നു കഴിയുമ്പോൾ ചിലർ പറയുന്ന വാക്കുകൾ അത് പെട്ടെന്ന് തന്നെ മനസ്സിൽ കൊണ്ടിട്ട് അത് കിടന്ന് വട്ടം കറങ്ങിക്കൊണ്ടേയിരിക്കും, മനസ്സിൽ നിന്ന് മാഞ്ഞു പോവുകയില്ല. ആ ഒരു പ്രശ്നവും നൊസീബോ എഫക്റ്റിലുണ്ട്. ഇപ്പോൾ ഒരു പാട്ട് കേൾക്കുമ്പോൾ അന്നത്തെ ദിവസം മുഴുവൻ പാട്ട് പാടുന്ന അവസ്ഥയിലാണ് ആ വ്യക്തി നിൽക്കുക. ഒരു വ്യക്തി നൊസീബോ എഫക്റ്റിൽ രാവിലെ, ഉച്ചയ്ക്ക് പ്ലസീബോ എഫക്റ്റിൽ, വൈകുന്നേരം ഹോർമോസസ് എഫക്റ്റിലൂടെയൊക്കെ തന്നെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് മൈൻഡ് മാറിക്കൊണ്ടിരിക്കുന്നത്. ടെൻഷൻ വരും, ടെൻഷൻ പോവും, ധൈര്യം വെക്കും, ടെൻഷൻ പോവും, ടെൻഷൻ കൂടും, ധൈര്യം വെക്കും, പേടി തോന്നും, ടെൻഷൻ, ഇങ്ങനെ മാറി മറിഞ്ഞ് തന്നെയാണ് എല്ലാ മനുഷ്യരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് തലച്ചോറിൽ. അടുത്തായിട്ട് നമ്മൾ നൊസീബോ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത പ്രശ്നത്തെ വലുതാക്കി കാണിക്കുക. രണ്ടാമത്തെ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ പ്ലസീബോ എഫക്റ്റാണ്. പ്ലസീബോ എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ പറയുന്നു വ്യായാമം ചെയ്താൽ മസിലുണ്ടാകുന്നു, അല്ലെങ്കിൽ ആരോഗ്യമുണ്ടാകുന്നു എന്ന് പറയുക. നമ്മൾ ആരോഗ്യമുണ്ടാകുന്നതായിട്ട് സങ്കല്പിച്ച് വ്യായാമം ചെയ്യുക. മുട്ടയും മറ്റു പാലും ഒക്കെ കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് ആരോഗ്യം വരും, ഇപ്പോൾ കൂടുതൽ ശക്തി കിട്ടുമെന്ന് പറഞ്ഞ് നമ്മൾ കഴിക്കുകയാണ്. കഴിച്ച കൊളസ്ട്രോൾ വരുമെന്നല്ല ചിന്തിച്ചത്. കൊളസ്ട്രോൾ വരുമെന്ന് ചിന്തിച്ചാൽ അത് നൊസീബോ എഫക്റ്റിലോട്ട് പോയി. ഇറച്ചിയും മീനും ഞാൻ കൂടുതലാണ് കഴിക്കുന്നത്, എനിക്ക് ഭാരം കൂടുക, എനിക്ക് തടി കൂടുകയാണ്, എനിക്ക് വയറ് ചാടാൻ പോവുകയാണ് എന്നൊക്കെ ചിന്തിക്കുമ്പോൾ അത് നൊസീബോ എഫക്റ്റ് പോവുകയും ഇതേ അവസ്ഥ ഉണ്ടാവുകയും ചെയ്യും. പകരം പ്ലസീബോ എഫക്റ്റ് ചിന്തിക്കുകയാണ്, വ്യായാമം ചെയ്യാം, മസിലുണ്ടാകും, ആരോഗ്യം ഉണ്ടാകും, എനിക്ക് ശക്തി വരും, എനിക്ക് ആത്മവിശ്വാസം വരും എന്നുള്ള ചിന്തയിൽ സെയിം അളവിൽ ഇറച്ചിയും മീനും പാലും മുട്ടയൊക്കെ അകത്തോട്ട് പോകുന്നുണ്ട്. ഒപ്പം ഇത് ചിന്ത വ്യായാമത്തിനും കൊടുത്തു കഴിയുമ്പോൾ നമ്മളിൽ ബോഡിയിൽ ഡെവലപ്മെൻ്റ് ഉണ്ടാകുന്നു. ഇത് പ്ലസീബോയിലാണ് ചിന്തിക്കുന്നത്. അതുപോലെ തന്നെ ചില വെള്ളം, ഇപ്പം ആരെങ്കിലും പ്രാർത്ഥിച്ചു തരുന്ന വെള്ളം കുടിച്ചാൽ നമുക്ക് രോഗശാന്തി ഉണ്ടാകും നമ്മൾ വിശ്വസിക്കുന്നു. അവിടെ നമ്മുടെ സ്വന്തം വിശ്വാസമാണ് നമ്മുടെ രോഗത്തെ മാറ്റിയത്. ബോഡിക്ക് അങ്ങനെയുള്ള കണ്ടീഷൻസ് ഉണ്ട്. വിശ്വാസത്തിലൂടെ രോഗം മാറുക. ശരിക്കും ഇവിടെ പ്രാർത്ഥിച്ചിട്ട് അല്പവും നടന്നതല്ല. അവിടെ ആ യുക്തി ഉപയോഗിക്കണം, മനസ്സിലാക്കണം. അത് പ്ലസീബോ എഫക്റ്റ് നിൽക്കുമ്പോൾ നമ്മൾ സ്വയം മോട്ടിവേഷൻ എടുത്തിട്ടൊരു കാര്യം ചെയ്യുന്നതും അതും വർക്ക് ചെയ്യും, അല്ലാത്ത കാര്യവും വർക്ക് ചെയ്യും. പ്ലസീബോ എഫക്റ്റ് നമ്മളിപ്പം കൂടുതൽ ശക്തനാവുന്നതിനെ പറ്റി ചിന്തിച്ചാൽ കൂടുതൽ ശക്തി അനുഭവപ്പെടും. ഇനി അടുത്തായിട്ട് ഹോർമോസസ് എന്ന് പറയുന്ന എഫക്റ്റ്. ഹോർമോസസ് എന്ന് പറയുന്ന എഫക്റ്റ് അല്പം കെമിക്കൽസോ ഒക്കെ കഴിച്ചാലും നമുക്കൊന്നും പറ്റുകയില്ല എന്നുള്ള അവസ്ഥ. അത് ശരിക്കും പറ്റിയാൽ കൂടി അതൊരു പ്രശ്നമാക്കാതെ നമ്മുടെ മനസ്സ് വെച്ചിരിക്കും. ഇപ്പോൾ നമ്മൾ ഭിത്തിയിൽ ഇടിക്കുകയാണ്, കൈകൾക്ക് കരുത്തുണ്ടാക്കാൻ ചില ഭിത്തിക്കിട്ടിടിക്കും, കല്ലിനിട്ടിടിക്കും, പഞ്ചിങ് ഹിറ്റ് എടുത്ത് നോക്കിയിട്ട് അതിനിട്ടിടിക്കും. ഇപ്പം സാധാരണ ഒരാളാണെങ്കിൽ കൈയുടെ മുൻവശം നീര് വെക്കും. ഒന്നാമത്തെ കാര്യം, നീര് വെച്ച ശേഷം ചിലർ ആ ഇടി നിർത്തും. നീര് വെച്ച ശേഷം വീണ്ടും ഇടിക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് ഒന്നുകിൽ കൈക്ക് മാരകമായ പരിക്ക് പറ്റും, ഇല്ലെങ്കിൽ ഒരാഴ്ച 2 ആഴ്ച ഒരു വ്യക്തി റെസ്റ്റ് എടുത്ത ശേഷം പഞ്ചിങ് ബാഗ് നിർത്താൻ അടിച്ച് കഴിയുമ്പോൾ ഇവിടെ ശക്തമാകും.
പക്ഷേ ഇവിടെ കാണാൻ മാത്രം വൃത്തികേടായിരിക്കും, കറുത്ത് തഴമ്പ് വീഴും. പക്ഷേ കൈകൾ ശക്തമാകും. ആ ആൾ മറ്റാളടിച്ച് ആ വ്യക്തിക്ക് ഇടികൊള്ളുന്ന വ്യക്തിക്ക് അപകടം സംഭവിക്കും. അപ്പോൾ എനിക്ക് ഈ വേദന കുറച്ചു നേരം പിടിച്ചു വെച്ചാൽ എനിക്ക് ഇത് കഴിയുമ്പോൾ നല്ല ഫലമുണ്ട് എന്ന ചിന്ത വെച്ച് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ എഫക്റ്റിനെയാണ് ഹോർമോസസ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഹോർമോസസ് എഫക്റ്റും പ്ലസീബോ എഫക്റ്റും നൊസീബോ എഫക്റ്റും ഒരു മനുഷ്യൻ ജനിക്കുമ്പോഴും തൊട്ട് മരണം വരെ, നേരം വെളുത്ത് എഴുന്നേൽക്കുമ്പോൾ വൈകുന്നേരം വരെ മാറിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ നമ്മൾ ചിന്തിക്കുന്നു, ഓഫീസിലേക്ക് പോകുമ്പോൾ അവിടെയുള്ള ആൾ എന്നോട് എന്തെങ്കിലും പറയും, ഞാൻ എന്ത് ചെയ്യും? ഒരു 15 മിനിറ്റ് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിയുമ്പോഴത്തേക്കും കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കും, ആൾ പറയട്ടെ, ഞാൻ എൻ്റെ ജോലി ചെയ്യുമെന്ന് ചിന്തിക്കും. കുറച്ച് കഴിയുമ്പോൾ ചിന്തിക്കും, എന്നാൽ ഒന്നും പറയണ്ട, വെറുതെ അങ്ങ് വിട്ടാക്കാന്ന്. ഇങ്ങനെ ചിന്ത മാറിക്കൊണ്ടേയിരിക്കും. ഈ അനുഭവമാണ് ഈ എഫക്റ്റ്. ഇതും ഭയവുമായിട്ട് നല്ല കണക്ഷനുണ്ട്. നൊസീബോയിൽ നിൽക്കുമ്പോഴാണ് പേടിക്കുന്നത്. ഹോർമോസസിൽ നിൽക്കുമ്പോൾ ചെറിയ പേടിയുള്ളൂ, തരണം ചെയ്യാനുള്ള ധൈര്യമുണ്ട്. പ്ലസീബോ എഫക്റ്റിലാണ് നമുക്ക് പേടിയേയില്ല. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം ചെയ്യാൻ നമുക്ക് പേടിയില്ല. നമുക്ക് ഇഷ്ടമില്ലാത്തതോ ആരെങ്കിലും നിർബന്ധിക്കുന്ന കാര്യമോ വരുമ്പോൾ പേടിക്കുമ്പം ദേഷ്യം വരും. ദേഷ്യത്തിൻ്റെ മിക്ക കാരണവും പേടി തന്നെയാണ്, ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്ന പേടി. അടുത്തതായിട്ട് മാനിപ്പുലേഷൻ. മാനിപ്പുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി മെമ്പേഴ്സ്, മറ്റുള്ളവർ, സമൂഹത്തിലുള്ളവർ, കൂട്ടുകാർ, പേരൻസ്, ആര് വേണേലും ആയിക്കോട്ടെ, അവർ നമ്മൾ ചെയ്യുന്നൊരു പ്രവൃത്തിയിൽ അവർക്ക് ഭയം തോന്നിയിട്ട് പുറകോട്ട് വലിക്കുന്ന അവസ്ഥ. നമ്മളറിയാതെ ചില നാടകങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മളെ അതിൽ പിടിച്ചിടുന്ന അവസ്ഥ. അപ്പം അങ്ങനെ പിടിച്ചിടുന്ന അവസ്ഥ ഒരു പക്ഷേ കുട്ടികൾക്ക് സംഭവിക്കാറുണ്ട്, മുതിർന്നവർക്ക് സംഭവിക്കാറുണ്ട്, വിവാഹം കഴിച്ചവർക്ക് സംഭവിക്കാറുണ്ട്. മറ്റുള്ളവർ രണ്ടുപേരുണ്ടാക്കുന്ന പ്രശ്നത്തിൽ മൂന്നാമത്തെ ആൾ ഇടപെടാതെ തന്നെ വന്ന് ഇടപെടുത്തുന്ന പ്രത്യേക ചില സംഭവങ്ങൾ സൃഷ്ടിച്ചതിലേക്ക് വലിച്ചിടുകയാണെങ്കിൽ അവിടെ ഒരാളെ പേടിക്കും. ആരാണ് ആ ഒരു പ്രശ്നത്തിലേക്ക് വലിച്ചിടപെട്ടത് ആ വ്യക്തി മാത്രം പേടിക്കും. ആ വ്യക്തിയുടെ സകല പ്ലാനുകളും പൊളിഞ്ഞു പോകും. ഇത് അസൂയയിലൂടെ സംഭവിക്കുന്ന കാര്യമാണ്. ഈ ഇതിൽ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം ജീവിതത്തെ ബാധിക്കുന്നതുകൊണ്ടാണ് ശരിക്കും ഒരു മനുഷ്യൻ പേടിക്കുന്നത്. അല്ല, മനുഷ്യന് പേടിയില്ല. മനസ്സിലായോ? ആരെങ്കിലും ഉപദേശിക്കുന്ന വഴി ഒരു വ്യക്തി പേടിക്കുന്നു, ജന്മനാ പേടിക്കുന്നു. മൂന്നാമത് ആരെങ്കിലും പറഞ്ഞു പേടിപ്പിക്കുമ്പോൾ അതിനെ തരണം ചെയ്യാൻ വരുന്ന ദേഷ്യമാണ് വഴക്കാവുന്നതും വലിയ ഒച്ചപ്പാടിലേക്ക് പോകുന്നു, കയ്യങ്കളിയിലേക്ക് പോകുന്നതും ഒക്കെ. പക്ഷേ ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യം വരുമ്പോൾ പിടിച്ചു വെക്കാൻ സാധിക്കത്തില്ല. ഒന്നാമത്തെ കാര്യം, ഒരു വ്യക്തിക്കും പിടിച്ചു വെക്കാൻ സാധിക്കുന്നതല്ല. കാരണം ദേഷ്യം വരുമ്പോൾ ഉണ്ടാകുന്ന ഹോർമോണ് നമ്മുടെ ബോഡിയിൽ കെട്ടിക്കിടക്കും. ഈ സമയത്ത് എന്തെങ്കിലും പൊട്ടിക്കുകയോ തല്ലിപ്പൊട്ടിക്കുകയോ ആരെയും തല്ലുകയോ ഭിത്തിയിലിടിക്കുകയോ അല്ലെങ്കിൽ സ്വന്തം ശരീരത്തെ വേദനിപ്പിക്കുകയോ ചെയ്യുമ്പോഴാണ് ചിലർക്ക് ആ ഒരു ഹോർമോണിൻ്റെ എഫക്റ്റ് തീരുന്ന വരെ അത് കാണിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയാണ് വാക്കുതർക്കങ്ങളും വഴക്കും വലിയ നിലയിലേക്ക് പോകുന്നത്. ഇതെല്ലാവർക്കും പറ്റും. പറഞ്ഞ എനിക്ക്, മറ്റുള്ളവർക്ക്, കേൾക്കുന്ന നിങ്ങൾക്ക്, എല്ലാവർക്കും. ഫോൺ തല്ലിപ്പൊട്ടിക്കാത്ത ആരുമില്ല. എല്ലാവരുടെയും ഒരു ഫോൺ പൊട്ടിയ ശേഷമാണ് അടുത്ത ഫോൺ മേടിക്കുക. ഫോൺ പൊട്ടിക്കാത്ത മനുഷ്യൻ മൊബൈൽ ഫോൺ ഇതുവരെ മേടിച്ചതിൽ ആരും ഫോൺ പൊട്ടിക്കാത്തവരില്ല. എൻ്റെ ഒരു കണക്കും പ്രകാരം എല്ലാവരും ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഓരോ ദിവസവും ഫോൺ പൊളിക്കും. പിന്നെ വാങ്ങുന്ന ഫോണിനെ സംരക്ഷിച്ച് ഇങ്ങനെ മുത്തുപോലെ പിടിക്കും. പിന്നെ എത്ര വലിയ പ്രശ്നം വന്നാലും ചെയ്യത്തില്ല. അപ്പം നമ്മുടെ ബ്രെയിനിലേക്ക് അത് വരും, ഇത് പൊളിക്കാനുള്ളതല്ല, ഇത് കഷ്ടപ്പെട്ടിട്ടാണ്, ആദ്യത്തെ നഷ്ടം നികത്തിയിട്ടാണ് ഇത് മേടിച്ചത് എന്ന ചിന്ത മൈൻഡിലേക്ക് വരും. വേണ്ട, ടി വി തല്ലിപ്പൊളിക്കുന്നവരുണ്ട്, റിമോട്ട് അടിച്ച് പൊട്ടിക്കുന്നവരുണ്ട്, ചട്ടിയും കലവും പുറത്തെറിയുന്നവരുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ ഭയമാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ദേഷ്യമല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവരുടെ ഭയം. അപ്പോൾ ഈ പേടി എന്ന് പറയുന്ന ഒരു ഐറ്റംസ് എല്ലാവർക്കും ഉണ്ട്. മദ്യപിക്കുന്ന ആളുകൾ മദ്യപിക്കുന്നത് പേടി കൊണ്ടാണ്, അല്ലാതെ ധൈര്യം കൂടാനല്ല മദ്യപിക്കുന്നത്. മറ്റുള്ളവർ ഉപദേശിക്കാൻ വരരുത്, അതിനുവേണ്ടിയാണ് ഒരു വ്യക്തി മദ്യപിക്കുന്നത്. മദ്യപിച്ച ശേഷം ആ വ്യക്തി ഉപദേശിക്കാൻ ആരും ചെല്ലും, മദ്യപിച്ചിരിക്കുകയെന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കും. നോർമലായി നിൽക്കുന്ന ആൾ മദ്യപിക്കാറില്ല. മദ്യപിക്കാത്തപ്പോൾ എന്ത് സംഭവിക്കുന്നു? മദ്യപാനം നല്ലതല്ല, ചീത്തയാണ്. അത് മദ്യപാനത്തെ സപ്പോർട്ട് ചെയ്യുകയല്ല. മദ്യപിക്കുന്ന വ്യക്തി ഭയം താങ്ങാൻ വരാൻ വന്നിട്ടാണ് ഈ മദ്യപിച്ചത്. കാരണം ആ വ്യക്തിയോട് ബന്ധുക്കളോ കൂട്ടുകാരോ സമൂഹത്തിലുള്ളവരോ ചെന്ന് വെച്ച്, എടാ നീ ഇങ്ങനെ പോകരുത്, അങ്ങനെ പോകരുത്, ഉപദേശിക്കാൻ പാടില്ല, ഉപദേശം കേൾക്കണ്ട, കഴിച്ചിരിക്കുകയാണ്. മറ്റുള്ളവർക്ക് പേടിയാണ്, അവർ ഭയം അങ്ങോട്ടിടുക, ഇവരുടെ ഭയം അപ്പുറത്തോട്ട് കുത്തി വെക്കുക. കഴിച്ചിട്ടിരിക്കുന്ന ആളെ ചെന്ന് വെച്ച് ഉപദേശിക്കാൻ ആരും ചെല്ലുവരാ, അവർക്ക് പേടിയാണ്, മറ്റുള്ളവർക്ക് പേടിയാണ്. മദ്യപിച്ചു കഴിഞ്ഞാൽ ഒന്നും സംഭവിച്ചിട്ടില്ല. ഒരു മദ്യം വെള്ളത്തിനകത്ത് ഒഴിച്ച് ഒരു വ്യക്തി കുടിച്ച്, അത് ആ വ്യക്തിയെ കുടിച്ചത്, മറ്റവരല്ല കുടിച്ചത്. ആ വ്യക്തിക്ക് ഒന്നുകൂടി എഴുന്നേറ്റിരിക്കാൻ മേലാതെ ഉള്ളൂ. അതായത് കൈയും കാലും അനങ്ങുന്നില്ല, മറ്റേ വ്യക്തിക്ക് ആടിക്കൊണ്ടിരിക്കും.
ഈ ആടിക്കൊണ്ടിരിക്കുന്ന ആളെ ഉന്തിയിടാൻ വലിയ എളുപ്പമാണ്. നേരെ നിൽക്കുന്ന ഒരാൾക്ക് ആടുന്ന ഒരാളെ ഉന്തിയിടാൻ എളുപ്പമാണ്. പക്ഷെ മറ്റുള്ളവർ എന്തുകൊണ്ട് മാറി നിൽക്കുന്നു? ആ വ്യക്തിക്ക് എന്തെങ്കിലും അപകടം പറ്റി നിലത്ത് വീണ് ഇനി അയാൾക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചാലോ എന്നുള്ള ഭയമാണ് മറ്റുള്ളവർ ഈ മദ്യപിച്ച ആളെ കയ്യേറ്റം ചെയ്യാത്തത്. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പം മദ്യപിക്കുന്ന ആൾക്ക് ഇത് മനസ്സിലാവുന്നില്ല. രണ്ടാമത്തെ കാര്യം, അപ്പം ഇത് നോർമലായി ഇപ്പം മദ്യപാനമൊന്നും ഇല്ലാത്ത ഒരാളെ കാണുമ്പോൾ ഒരാൾ പറയും, എടാ കുഞ്ഞെ നീ ഇങ്ങനെ പോയാൽ പറ്റില്ല, നല്ലതാവണം, അങ്ങനെയാണ് ഇങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത്. മദ്യപിച്ചിട്ടിരിക്കുന്ന ഒരാളോട് ഉദ്ദേശിക്കാൻ ചെല്ലത്തില്ല. അപ്പോൾ ഇത് ഭയം നമ്മളെ രക്ഷിക്കുകയാണോ ശിക്ഷിക്കുകയാണോ എന്ന് വെച്ചാൽ ഒരു പരിധി വരെ ഭയം നമ്മളെ രക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അപകടത്തെ ചെന്ന് ചാടാതിരിക്കുക. മറ്റുള്ളവരുടെ ഉപദേശം കേൾക്കാത്ത ഒരാൾ മദ്യപിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാളുടെ ഭയം കൊണ്ട് അയാൾ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാളെ കാണുമ്പോൾ മറ്റുള്ളവരും ഭയക്കും. അപ്പോൾ ആ ഭയം അയാളെ രക്ഷിച്ചു. ആ ഈ ഒരു ക്യാരക്ടറുള്ള ആളെ രക്ഷിച്ചു. എന്നുകൊണ്ട് മദ്യം നല്ലതല്ല, ശരീരത്തിന് ഡാമേജ് ആക്കും. കുറച്ച് കാലത്തിനുള്ളിൽ തന്നെ ആ വ്യക്തി ഭൂമിയിൽ നിന്ന് പോവുകയും ചെയ്യും. അല്ല, നോർമലായ വ്യക്തിയാണെങ്കിൽ ദേഷ്യപ്പെടാൻ കഴിവുണ്ടെങ്കിൽ ദേഷ്യപ്പെടുക. അപ്പോൾ ആക്രമണം കുറയും. പിന്നെ ഒച്ചപ്പാടും ബഹളവും വരുമ്പോഴും മദ്യപിക്കുമ്പോഴും ജനങ്ങൾ അറിയുന്നു, മറ്റുള്ളവർ അറിയുന്നു, അത് വേറൊരു വഴിക്ക്. തീയില്ലാതെ പുകയില്ല എന്ന് പറയുന്ന പോലെ തന്നെ ചൂട് വേണമെങ്കിൽ തീയുടെ പുകയും കൂടി കൊള്ളണം എന്ന് പറയുന്ന അവസ്ഥയിൽ സഹകരിച്ചു പോയെങ്കിൽ മാത്രമേ ഭൂമിയിൽ ജീവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനി അടുത്തതായിട്ട്, ഭയക്കുന്നത് ഒരു പ്രവൃത്തി പുതിയതായിട്ട് ചെയ്യാൻ പോകുമ്പോൾ പേടിക്കുക. പുതുതായിട്ടൊരു പ്രവൃത്തി ചെയ്യാൻ പോകുമ്പോൾ, ഇപ്പോൾ ഒരു സ്റ്റേജിൽ കയറി പ്രസംഗിക്കാൻ പോകുമ്പോഴോ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോഴോ പേടിക്കുന്നത്, അതിനുവേണ്ടി അത് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യാനായിട്ട് നമ്മുടെ ഹോർമോണുകൾ നമ്മളെ സഹായിക്കുന്നതാണ്. അപ്പോൾ അതാണ് ശരിക്കും ആ ഒരു പദ്ധതി. അതിനുശേഷം നമ്മളത് കൃത്യമായിട്ട് ചെയ്യും. കുറച്ച് നേരത്തെ പേടിക്ക് ശേഷം, അല്ലെങ്കിൽ 1 മാസം 1 വർഷത്തെ പേടിക്ക് ശേഷം നമ്മൾ കൃത്യമായി ആ ഒരു കാര്യം ഒരു ദിവസമെങ്കിലും ചെയ്തു നോക്കും. അതിനുവേണ്ടി ബോഡി സജ്ജമാവുന്നൊരു അലാറമാണ് ആ പേടി. ബാക്കിയുള്ള പേടി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പിന്നീട് ഒരു അവസരത്തിൽ പറയാം. ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്ന ആളുകളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് സഹായിക്കുകയും ചെയ്യും. താങ്ക് യു.